ഇറാനെതിരായ സൈനിക നടപടിയിൽ പരസ്പര വിരുദ്ധ പ്രസ്താവനകളുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധമുടൻ തീരുമെന്ന പരാമർശം മണിക്കൂറുകൾക്കുള്ളിൽ ട്രംപ് തിരുത്തി. നീണ്ട നാൾ യുദ്ധം തുടരാൻ കഴിയുമെന്നാണ് ഇറാന്റെ പ്രതികരണം. അതേസമയം ഇറാനിലെ മിനാബിൽ 165 വിദ്യാർത്ഥിനികളുടെ ജീവനെടുത്തത് അമേരിക്കയുടെ ടോമഹോക്ക് മിസൈൽ ആണെന്നാണ് റിപ്പോർട്ടുകൾ. യുദ്ധം ഏകദേശം പൂർത്തിയായെന്ന് ടെലിവിഷൻ അഭിമുഖത്തിൽ പ്രതികരണം. പിന്നാലെ റിപ്പബ്ലിക്കൻ പാർട്ടി യോഗത്തിൽ പറഞ്ഞത് മറ്റൊന്ന്. യുദ്ധം തുടരുമെന്നായിരുന്നു അവിടെ ഡൊണാൾഡ് ട്രംപിന്റെ വിശദീകരണം. മണിക്കൂറുകൾക്കുള്ളിലെ വിരുദ്ധ പ്രസ്താവനകൾ ചർച്ചയായതോടെ ഇറാനിൽ ട്രംപിന് വ്യക്തമായ പദ്ധതിയില്ലേ എന്ന ചോദ്യം അമേരിക്കൻ മാധ്യമങ്ങൾ ഉയർത്തി. യുദ്ധം തുടരുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ നയതന്ത്രത്തിന് ഇനി ഇടമില്ലെന്നാണ് ഇറാന്റെ മറുപടി. ഓപ്പറേഷൻ ട്രൂ പ്രോമിസിന്റെ അടുത്ത ഘട്ടവും ഇറാൻ ആരംഭിച്ചു. 1000 കിലോഗ്രാമിന് മേലെയുള്ള മിസൈലുകളാണ് ഈ ഘട്ടത്തിൽ ഇറാൻ ഉപയോഗിക്കുക. ഇറാൻ മിസൈൽ തന്ത്രം മാറ്റിയതിനു പിന്നാലെ ടെഹ്റാനിലും ഇസ്ഫഹാനിലും ഖർജിലും സ്ഫോടനങ്ങളുണ്ടായി. ഇതിനിടെ ഇറാനിലെ മിനാബിലെ സ്കൂളിൽ പതിച്ചത് അമേരിക്കൻ ടോമഹോക്ക് മിസൈലാണെന്ന് സ്ഥിരീകരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇറാനിലെ മെഹർ ന്യൂസ് ആണ് പുതിയ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ആക്രമണത്തിന് ഉത്തരവാദി ഇറാനാണെന്ന ഡൊണാൾഡ് ട്രംപിന്റെ വാദം തള്ളുന്നതാണ് പുറത്തുവന്ന ദൃശ്യങ്ങൾ. അതേസമയം ലെബനോണിൽ ഇസ്രയേൽ ആക്രമണത്തിൽ കത്തോലിക്ക പുരോഹിതൻ കൊല്ലപ്പെട്ടു. വിമാനവാഹിനി കപ്പലടക്കം 1 ഡസനോളം യുദ്ധക്കപ്പലുകൾ മധ്യപൂർവേഷ്യൻ പ്രദേശത്ത് വിന്യസിപ്പിക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.